രുചിക്കൂട്ട്. പലതരത്തിലുള്ള ലഡുവും പ്രോട്ടീൻ സമ്പന്നമായ നട്ട്സുകളും ഉപയോഗിക്കാറുണ്ട്. ഇന്ന് അത്തരത്തിലുണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് പറഞ്ഞുതരാം. കുറച്ച് എള്ള്, ബദാം, കശുവണ്ടി, അതുപോലെ തന്നെ മെലൺ സീഡ്സ്. മെലൺ എന്ന് പറയുമ്പോൾ കുമ്പളങ്ങ, മത്തങ്ങ അങ്ങനെയുള്ളവയുടെ സീഡ്. അത് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം ഈ ഒരു ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എള്ള് മഴക്കാലത്ത് കഴിക്കാൻ ഏറെ നല്ല ഒന്നാണ്. എള്ളു വറുത്ത് ശർക്കര പാനിയുമായിട്ട് ചേർത്ത് പാവ് കാച്ചി അതിലിട്ട് ഒന്ന് വരട്ടി ഉരുട്ടിയെടുത്താൽ സിമ്പിളായിട്ടുള്ള എള്ളുണ്ടയായി. ഇനി അതല്ല, നമ്മൾ കുറച്ച് ബദാമൊക്കെ കൂടി ചേർത്തുണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ബദാം നല്ല ചൂട് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് മാറ്റി വെക്കണം. അതുപോലെ തന്നെ കുറച്ച് എള്ള്, ബദാമിൻ്റെ ഒരു പകുതി അളവിൽ മതി. അത് കറുത്തതായാലും വെളുത്തതായാലും കുഴപ്പമില്ല. അതൊന്ന് സോട്ട് ചെയ്തിട്ട്, ഡ്രൈ ആയിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ 3-4 കാഷ്യൂവോ അതുപോലെ തന്നെ മെലൺ സീഡും ഒക്കെ വേണമെങ്കിൽ നമുക്കിതൊന്ന് സോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഈ എള്ളൊഴികെ ബാക്കിയെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം അത് കുറച്ച് പാലിലൊന്ന് കുഴച്ചെടുക്കുക. നെയ്യ് ചൂടാക്കി ഈ പേസ്റ്റ് അത് ഇടാം. അതോടൊപ്പം തന്നെ നമുക്ക് വറുത്ത് വെച്ച എള്ളും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും അതുപോലെ തന്നെ ഏലക്കയും പൊടിച്ച് ചേർക്കാം. കുങ്കുമപ്പൂ ഇഷ്ടമാണെങ്കിൽ ഉണ്ടെങ്കിൽ അതും ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. നന്നായി മൂത്ത് കുഴഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിൽ നിന്ന് ഒട്ടി വരുന്ന പരുവമാകുമ്പോൾ നമുക്കതെടുത്ത് ഒന്നുകിൽ പരത്തി സ്ലൈസ് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഉരുട്ടി ലഡു പോലെയാക്കി എടുക്കാം. ഇനിയിപ്പം ഇത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പകുതി സ്ലൈസ് ചെയ്തിട്ടുള്ള ബദാമൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് അലങ്കരിക്കുകയും ആവാം. ഏതായാലും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ലഡു ആണിത്. രുചിക്കൂട്ട്. നിർവഹണം ലീന.